ഈ സ്ത്രീ ജയിൽ സന്ദർശനത്തിനിടെ തന്റെ ഭർത്താവിന് ചുംബനങ്ങളിലൂടെ രക്ഷപ്പെടാനുള്ള ഉപകരണങ്ങൾ രഹസ്യമായി കൈമാറി. മറ്റു കുടുംബാംഗങ്ങൾ ഭക്ഷണത്തിനുള്ളിൽ ജയിൽ ചാടാനുള്ള സാധനങ്ങൾ ഒളിപ്പിച്ചു കടത്തി. കാവൽക്കാർ ഭക്ഷണം മുറിച്ചു പരിശോധിച്ചിട്ടും ഒന്നും കണ്ടെത്താനായില്ല. സന്ദർശനം കഴിഞ്ഞപ്പോൾ ഒരു തടവുകാരൻ ചുമയ്ക്കുന്നതായി അഭിനയിച്ച് തന്റെ വായിൽ ഒളിപ്പിച്ച ഉപകരണം തറയിലിട്ടു. അവന്റെ സഹതടവുകാരൻ അത് വേഗത്തിൽ കൈക്കലാക്കി. പിന്നീട് വിതരണം ചെയ്ത ഭക്ഷണത്തിലെ ബ്രെഡിനുള്ളിൽ വെടിമരുന്ന് ഒളിപ്പിച്ച നിലയിൽ അവർ കണ്ടെത്തി. രാത്രിയിൽ കാവൽക്കാരുടെ ശ്രദ്ധ കുറഞ്ഞപ്പോൾ തടവുകാർ ഈ ഉപകരണങ്ങൾ കൂട്ടിച്ചേർത്ത് ശക്തമായ ബോംബുകൾ നിർമ്മിച്ചു. കാവൽക്കാർ പരിശോധനയ്ക്ക് വരുമ്പോഴെല്ലാം അവർ സ്ഫോടക വസ്തുക്കൾ പുതപ്പിനുള്ളിൽ ഒളിപ്പിച്ച് ഉറക്കം നടിച്ചു. അടുത്ത ദിവസം കാവൽക്കാർ തടവുകാരെ എണ്ണുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ അതിനോടകം തന്നെ തടവുകാർ ജയിലിന്റെ ഇരുമ്പുവാതിലുകളിലും ശുചിമുറിയിലും ബോംബുകൾ സ്ഥാപിച്ചിരുന്നു. കൃത്യസമയത്ത് ശുചിമുറിയിൽ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിക്കുകയും ഒരു കാവൽക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതേസമയം തടവുകാർ മുകൾ നിലയിലെ കാവൽക്കാരെ കീഴ്പ്പെടുത്തി യൂണിഫോം അഴിച്ചുമാറ്റി താഴത്തെ നിലയിലേക്ക് പോയി. എന്നാൽ ഒന്നാം നിലയിൽ കൂടുതൽ കാവൽക്കാർ തടസ്സം നിൽക്കുകയും അടുത്തുള്ള ബ്രിട്ടീഷ് സൈന്യം സഹായത്തിനായി എത്തുകയും ചെയ്തു. ഭാഗ്യവശാൽ പുറത്തുള്ള സഹായികൾ റോഡിൽ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ വരവ് സാവധാനത്തിലാക്കി. പ്രധാന കവാടം ആക്രമിക്കുന്നതിന് പകരം തടവുകാർ മുൻകൂട്ടി നിശ്ചയിച്ച ലാബോറട്ടറി മതിലിന് സമീപമെത്തി. അകത്തും പുറത്തുമുള്ളവർ ഒരേ സമയം സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച് തിരികൊളുത്തി. ശക്തമായ സ്ഫോടനത്തിൽ 10 മീറ്റർ കനമുള്ള മതിൽ തകർന്നു. ഇതുവഴി 600-ലധികം ജൂതന്മാർ ബ്രിട്ടീഷുകാരിൽ നിന്ന് വിജയകരമായി രക്ഷപ്പെട്ടു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.